സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു എ ഫീച്ചർ നിലവിൽ ഇപ്പോൾ നമ്മുടെ S22 അൾട്രയിലും അതേപോലെ തന്നെ S23 അൾട്രയിലും വന്നിരിക്കുകയാണ്. വാട്സ്ആപ്പ് ഗേസ് ബോക്സ് വരുന്ന നാസിമാണ്. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള S24 സീരീസ് ഇറങ്ങിയ കാര്യം എല്ലാവർക്കും അറിയാം. അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. S24 സീരീസിലെ ഏറ്റവും കൂടുതലായിട്ട് സാംസങ് പറയുന്ന ഒരു ഫീച്ചറാണ് AI ഫീച്ചർ, സർക്കിൾ ടു സെർച്ച് ഫീച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഫീച്ചർ 2025 ആകുമ്പോഴത്തേക്ക് പെയ്ഡ് ആക്കുമെന്നും സാംസങ് ഇതിനോടൊന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈലിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഗൂഗിൾ ലെൻസിൽ ഇട്ട് വേണം ഇത് സെർച്ച് ചെയ്യാൻ. പക്ഷേങ്കിൽ ഈ ഒരു S24 സീരീസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രൊഡക്റ്റിൽ ഒരു സർക്കിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ എവിടെ വാങ്ങാൻ കിട്ടും, എത്ര രൂപയാണ്, എന്താണ് പ്രൊഡക്റ്റ്, ഇതെല്ലാം അറിയുന്ന ഒരു AI ഫീച്ചറാണ് വന്നിരിക്കുന്നത്. എല്ലാം നെക്സ്റ്റ് ഒരു അപ്ഡേഷനോട് കൂടി തന്നെ നമ്മുടെ S23ലേക്കും ഈ ഒരു ഓപ്ഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു AI ഫീച്ചർ നിലവിൽ ഇപ്പോൾ നമ്മുടെ S22 അൾട്രയിലും അതേപോലെ തന്നെ S23 അൾട്രയിലും വന്നിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയാൻ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അതിന് വേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നിലവിലെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് S22 അൾട്രയാണ്. ഞാൻ S24 അൾട്രയിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് S22 അൾട്രയിൽ എങ്ങനെയാണ് ഈ ഒരു AI ഫീച്ചർ വർക്ക് ആകുന്നത് നോക്കാം. നിങ്ങൾക്ക് നെറ്റ് ഓൺ ആയിരിക്കണം ഈ ഒരു ഫീച്ചർ വർക്ക് ആവാൻ വേണ്ടി. ഇത്തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ഹോം ബട്ടണിൽ ജസ്റ്റ് നിങ്ങൾ പ്രസ് ചെയ്യുക. രണ്ട് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, ട്രാൻസ്ലേറ്റ് ആൻഡ് സെർച്ച് സ്ക്രീൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതേപോലെ എന്തൊരു പ്രൊഡക്റ്റ് നമുക്ക് S22ലും അതേപോലെ തന്നെ S23ലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു AI ഫീച്ചർ എന്നിവർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു ഗൂഗിളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്? നിലവിൽ S24ൽ നമുക്ക് നെറ്റ് ഇല്ലാതെ സെർച്ച് ചെയ്യാം, പക്ഷേങ്കിൽ S23ലും S22ലും നിലവിൽ നെറ്റ് വേണം ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടി. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള S24ൽ കിട്ടുന്ന ആ ഒരു AI ഫീച്ചർ നമ്മുടെ S22ലും S23ലും എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് മനസ്സിലായി കാണും. നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും S22 അൾട്രയോ S23 അൾട്രയോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഈ ഒരു AI ഫീച്ചർ അല്ലെങ്കിൽ സെർച്ച് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ പറയുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റു ദിവസം നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.